സിൻഫിക് സ്റ്റുഡിയോയിൽ ആനിമേഷൻ ചെയ്യുന്നതിനുള്ള ഒരു ചോദ്യമാണിത്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള bat.sifz എന്ന ഫയൽ ഉപയോഗിച്ച് വവ്വാൽ പറന്ന് എന്ന് വാഴപ്പൂന്തേൻ കുടിക്കുന്ന ആനിമേഷൻ പൂർത്തിയാക്കുക. ഇതിനായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്. bat.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തുറക്കണം. അതിനുശേഷം ഇതിനെ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യണം. പിന്നീട് ഹോമിലെ ഇമേജ് 10ൽ നിന്നും ബനാന പ്ലാന്റ്, ബാറ്റ് ഫ്ലൈയിങ് എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി അതിന്റെ വലിപ്പം ക്രമീകരിക്കണം. വവ്വാലിന്റെ ചിത്രത്തിന് ആനിമേഷൻ നൽകുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇതിനെ FLV ഫോമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കാം. അതിനുവേണ്ടി സിൻഫിക് സ്റ്റുഡിയോ തുറക്കുകയാണ്. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ സിൻഫിക് സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പറഞ്ഞ ഫയലുകൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യമായിട്ട് പ്രോജക്റ്റ് ഫയലാണ് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെന്റ്സിലുള്ള bat.sifz എന്ന ഫയലാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി 2 ചിത്രങ്ങളാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. ചിത്രങ്ങളെ കൊണ്ടുവരുന്നത് ഇമ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. കൊണ്ടുവരേണ്ട ചിത്രങ്ങൾ ഒന്ന് ഇതാണ്, ബനാന പ്ലാന്റ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അതിന്റെ വലിപ്പം ക്രമീകരിക്കേണ്ടതുണ്ട്. വലിപ്പം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ലെയർ പാലറ്റിൽ നിന്ന് ബനാന പ്ലാന്റ് സെലക്ട് ചെയ്യുന്നു. വലിപ്പം ക്രമീകരിക്കുന്നു. അതിനുശേഷം അതിനെ വേണ്ട സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്നു. ഇനി രണ്ടാമത്തെ ചിത്രവും ഇതുപോലെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ബാറ്റ് ഫ്ലൈയിങ് എന്ന ചിത്രം ഇവിടെയുണ്ട്. ബാറ്റ് ഫ്ലൈയിങ് എന്ന ചിത്രം ഇതിലേക്ക് കൊണ്ടുവന്നു. ബാറ്റ് ഫ്ലൈയിങ് എന്ന ചിത്രം തന്നെയാണ് ഇപ്പോൾ സെലക്ഷൻ ആയിരിക്കുന്നത്. ഇനി ഇതിനെ ആവശ്യമായ സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്നു. ഇനി ഇവിടെ ടൈം ട്രാക്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചില കീ ഫ്രെയിമുകൾ ചേർത്തതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കീ ഫ്രെയിം പരിശോധിക്കുവാൻ വേണ്ടി ഇവിടെ കീ ഫ്രെയിം പാനലിൽ കീ ഫ്രെയിംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. 48ാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം ചേർത്തിട്ടുണ്ട്. അതിന് താഴെ 79, 115 എന്നിങ്ങനെ കീ ഫ്രെയിം ചേർത്ത് കാണുന്നു. ഇവിടെ ചേർത്തിരിക്കുന്ന കീ ഫ്രെയിമിനനുസരിച്ച് തന്നെ നമുക്ക് ആനിമേഷൻ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം 48ാമത്തെ ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് ആനിമേഷൻ തുടങ്ങാൻ വേണ്ടി ഇവിടെ ആനിമേഷൻ എഡിറ്റിംഗ് മോഡ് ഓൺ ആക്കുകയാണ്. ഇനി ഇവിടെ 48ാമത്തെ ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ 48 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. ഇനി ഇവിടെ 48ാമത്തെ ഫ്രെയിമിൽ വവ്വാലിന്റെ സ്ഥാനം ക്രമീകരിക്കുക. വവ്വാലിനെ ഈ സ്ഥാനത്ത് നിന്നും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ റൊട്ടേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെറിയൊരു റൊട്ടേഷൻ കൂടി കൊടുക്കുന്നു. 48ാമത്തെ ഫ്രെയിമിൽ ആനിമേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് 79ാമത്തെ ഫ്രെയിമാണ്. ഇവിടെ കറണ്ട് ടൈം എന്നതിൽ 79 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. വവ്വാൽ 0 ഫ്രെയിമിലെ സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. അതിവിടെ നൽകിയ കീ ഫ്രെയിമിന്റെ പ്രത്യേകത മൂലമാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതിനുവേണ്ടി 79ാമത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 79ാമത്തെ ഫ്രെയിമിലാണ്. അതുകൊണ്ട് 79ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് റിമൂവ് കീ ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വവ്വാൽ ഇപ്പോൾ നമ്മൾ അവസാനം കൊണ്ടുവന്ന സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കീ ഫ്രെയിം ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ആഡ് ന്യൂ കീ ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് 79ാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം ചേർത്തു. ഇനി 79ാമത്തെ ഫ്രെയിമിൽ ആനിമേഷൻ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി വവ്വാലിന്റെ സ്ഥാനം മാറ്റിവെക്കുന്നു. മുൻപ് ചെയ്തതിന് എതിർദിശയിൽ റൊട്ടേഷൻ കൊടുക്കുന്നു. സ്ഥാനം ഇവിടെ വേണ്ട തരത്തിൽ ക്രമീകരിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി 115ാമത്തെ കീ ഫ്രെയിം കൂടിയുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 115ാമത്തെ ഫ്രെയിം കൂടിയുണ്ട്. 115ൽ ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി 115 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. മുമ്പ് നമ്മൾ കണ്ട പ്രശ്നം ഇവിടെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് 115ാമത്തെ ഫ്രെയിം മായ്ച്ചു കളയുന്നു. 115ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് കീ ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് 115ാമത്തെ ഫ്രെയിം മായ്ച്ചു കളഞ്ഞു. ഇനി നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇവിടെ പ്ലസ് അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ന്യൂ കീ ഫ്രെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നു. 115ാമത്തെ ഫ്രെയിമിൽ വവ്വാലിന്റെ സ്ഥാനം ക്രമീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആനിമേഷൻ ചെയ്തു കഴിഞ്ഞു. ആനിമേഷൻ ഒന്ന് കണ്ടു കളയാം. 0 ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കാണുന്നു. ഇപ്പോൾ വവ്വാൽ തേൻ കുടിക്കുന്നതായിട്ട് തോന്നുന്നില്ല. വാഴയുടെ മുന്നിൽ പറന്ന് കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഈ വവ്വാലിനെ വാഴയുടെ പിന്നിലേക്ക് മാറ്റിയാലോ? അതിനുവേണ്ടി ഇവിടെ ബാറ്റ് ഫ്ലൈയിങ് എന്നത് സെലക്ട് ചെയ്യുന്നു.
അതിനുശേഷം ഇവിടെ കാണുന്ന ആരോ മാർക്കിൽ ലോവർ ലെയർ എന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ആനിമേഷൻ വീണ്ടും കണ്ടു നോക്കാം. 0 ഫ്രെയിമിലേക്ക് പോകുന്നു. പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ കാണുന്നു. ഇനി ഇതിനെ FLV ഫോമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാനുള്ള ഫോൾഡർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ എക്സാം ഡോക്യുമെന്റ്സ് ആണ്. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 10 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ബാറ്റ് എന്ന പേര് മാറ്റിയിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. പേര് മാറ്റുന്നു. അതുപോലെ ഇവിടെ PNG ഫോമാറ്റിലല്ല സേവ് ചെയ്യേണ്ടത്, PNG ഇമേജ് ഫോമാറ്റാണ്. ഇവിടെ നമ്മൾ സേവ് ചെയ്യേണ്ടത് FLV ഫോമാറ്റിലാണ്. FLV എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അണ്ടർസ്കോർ എന്ന് കൊടുത്തു. ചോദ്യ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. 4 എന്ന് ചോദ്യ നമ്പർ കൊടുത്തു. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അണ്ടർസ്കോർ 4 എന്ന പേരിൽ FLV ഫോമാറ്റിൽ സേവ് ചെയ്യപ്പെടാൻ പോവുകയാണ്. സേവ് ചെയ്യുന്നതിന് വേണ്ടി റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി. FLV ഫോമാറ്റിൽ നമ്മളുടെ ഫയൽ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എക്സാം 10 ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം 10 ഓപ്പൺ ചെയ്യുന്നു. FLV ഫോമാറ്റിൽ നമ്മൾ സേവ് ചെയ്ത വീഡിയോ ഇവിടെയുണ്ട്. 2345 23_4 എന്ന ഫയൽ തന്നെയാണ് ഇവിടെയുള്ളത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കാം.